സ്വാഗതം ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലേക്ക്. ഇന്ന് തെലങ്കാനയാണ് 17 ലോക്സഭാ സീറ്റുകളുള്ള മണ്ഡലം. മെയ് 13 അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസും ഭാരത രാഷ്ട്ര സമിതിയും BJPയും ശക്തമായി മത്സരിക്കുന്ന സംസ്ഥാനം. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM സിറ്റിംഗ് സീറ്റായ ഹൈദരാബാദിലും മത്സരിക്കുന്നു. തെലങ്കാനയെ സംബന്ധിച്ച് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ ഡ്രമാറ്റിക് ആയൊരു മാറ്റമുണ്ടാക്കിയത്. കോൺഗ്രസ് ഒരു അപ്രതീക്ഷിത വിജയം നേടി. അവിടെ കോൺഗ്രസ് ഏതാണ്ട് 0 നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ. ആ വിജയത്തിൻ്റെ തുടർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ഭാരത് രാഷ്ട്ര സമിതിക്ക് അവരുടെ പ്രസക്തി നിലനിർത്തണമെങ്കിൽ അതിന് പാകത്തിലുള്ളൊരു വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRSനുണ്ടാവണം. 2019 4 സീറ്റിലാണ് BJP തെലങ്കാനയിൽ വിജയിച്ചത്. അത് നിലനിർത്താൻ BJPക്ക് ആവുമോ? കൂടുതൽ സീറ്റിൽ അവർ ജയിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ് തെലങ്കാന സംസ്ഥാനത്തെ സംബന്ധിച്ച്. സംസ്ഥാന രൂപീകരണത്തിൻ്റെ അവകാശം ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലങ്കാന രാഷ്ട്ര സമിതി. അതിൻ്റെ ആദ്യത്തെ പേര് തെലങ്കാന രാഷ്ട്ര സമിതി എന്നുള്ളതായിരുന്നു. ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന പ്രചാരണത്തോടുകൂടിയാണ് പിന്നീട് ഭാരത രാഷ്ട്ര സമിതി എന്ന പേര് സ്വീകരിക്കുന്നത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 2014 63 സീറ്റുമായി TRS, അന്ന് TRS ആയിരുന്നു അധികാരത്തിലെത്തി. അക്കുറി ലോക്സഭയിലേക്ക് നേടിയത് 11 സീറ്റ്. 2018 കൂടുതൽ സീറ്റ് നിയമസഭയിലേക്ക് നേടി 88 സീറ്റ് അവർ സംസ്ഥാനത്ത് ഭരണം നിലനിർത്തി. 2015 ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ നേടിയത് 9 സീറ്റ്. 2014 11 ആയിരുന്നത് 2019 ആയപ്പോൾ 9 സീറ്റായിട്ട് കുറഞ്ഞു. പക്ഷേ ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. വലിയ തിരിച്ചടി TRSനുണ്ടായി, BRSനുണ്ടായി. 39 സീറ്റിലേക്ക് അവർ ചുരുങ്ങി. കോൺഗ്രസ് 64 സീറ്റുമായി അധികാരത്തിലെത്തി. BJP ഒറ്റയ്ക്ക് മത്സരിച്ച് 8 സീറ്റിൽ വിജയിച്ചു. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് BRSൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. നമുക്കൊപ്പം ഉള്ളത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവികുമാർ അമ്പാടിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSന് വലിയ തിരിച്ചടിയാണ് അവിടെ ഏറ്റത്. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടൊരു തിരിച്ചുവരവിനുള്ള സാധ്യത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളമാണ് BRSനെ സംബന്ധിച്ച്? സത്യത്തിൽ വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായത് ആ വോട്ടിങ്ങിൻ്റെ ഒരു കൺസോളിഡേഷനാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം ഇവിടെ നേടിക്കൊടുത്തത്. അതായത് 39.45 അങ്ങനെ തൊട്ടായിരുന്നു കോൺഗ്രസിന് കിട്ടിയ വോട്ടിംഗ് ശതമാനമെങ്കിലും 37% അടുത്ത് വോട്ട് TRSന് പിടിക്കാൻ പറ്റിയിരുന്നു. ഈ കേവലം ഒരു 3% ഭൂരിപക്ഷത്തിൻ്റെ ഒരു മികവിലാണ്. പക്ഷേ ഈ കൺസോളിഡേറ്റഡ് ആയി പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയധികം സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയത്. അതായത് അന്ന് TRS തകർന്നിരുന്നില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം കഴിഞ്ഞ ഉടനെ. പക്ഷെ അതിനുശേഷം വന്ന ഒരുപാട് മാറ്റങ്ങൾ, അവരുടെ കുറച്ച് നേതാക്കൾ അവിടുന്ന് വിട്ടുപോയത്, അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും ഉണ്ടായ മാറ്റങ്ങൾ, അതെല്ലാം വലിയൊരു എന്താ പറയുന്നത് TRSനൊരു ഭയങ്കര ഒരു ബലക്ഷയം തന്നെ അവിടെ സംഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത് 2 തരത്തിൽ ഈ വോട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നേതാക്കൾ എന്ന് പറയുന്ന ഒരു കൂടുതൽ പേര് കോൺഗ്രസിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ അണികളും അതിന്റെ അനുഭാവികളും അവര് കുറച്ചും കൂടെ പോകാൻ സാധ്യതയുള്ളത് BJPന്റെ സൈഡിലേക്കാണ്. കാരണം ഇപ്പൊ ഈ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റു ചില പ്രാദേശിക കക്ഷികളെ പോലെ വലിയൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ DMK ചെയ്യുന്ന പോലെ ഒരു ഭയങ്കര ഒരു ഹിന്ദുത്വ വിരുദ്ധ വികാരമൊന്നും ഒരിക്കലും TRSോ അല്ലെങ്കിൽ KCRോ നടത്തിയിട്ടില്ല. അദ്ദേഹം ഇതേപോലെ പൂജകളും അത് യാഗങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള മനുഷ്യനായിരുന്നു. ഇവിടുത്തെ ഒരുപാട് പ്രാദേശിക ഹൈന്ദവ ഉത്സവങ്ങളെ കൂടെ രാഷ്ട്രീയ എന്താ പറയുക സന്ദേശങ്ങൾ കൊടുക്കാനെല്ലാം താല്പര്യപ്പെട്ടിരുന്നൊരു മനുഷ്യനായിരുന്നു. അതെല്ലാം പരമാവധി ഉപയോഗിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹനുമാന്റെ അമ്പലത്തിൽ പോയി തൊഴുന്ന കേജ്രിവാളിനെ പോലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനിലായിരുന്നു KCR എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അണികൾക്ക് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി അണികൾക്കും അനുഭാവികൾക്കും ഉണ്ടാവുന്നൊരു മാറ്റം BJPയിലേക്ക് ആകാനായിരുന്നു സാധ്യത. ഇപ്പോഴല്ല, ആയിരുന്നു. അതാണ് ഞാൻ പറയുന്നത്.
ഒരു പക്ഷേ ഒരു 1.5 മാസം മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ അതിന് BJPക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഈ KCRൽ നിന്നുള്ളത്. പക്ഷെ ഇന്ന് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനായിരിക്കും ഇപ്പോൾ അത് കൂടുതൽ പോകാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KCRൻ്റെ തന്ത്രങ്ങൾ വലിയ തോതിൽ പാളി എന്നുള്ളൊരു വിമർശനം വന്നു ഉയർന്നിരുന്നു. അതായത് സിറ്റിംഗ് MLAമാർക്കിൽ പലർക്കുമെതിരെ വലിയ പരാതി ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അവരെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചു. അത് വലിയ പരാജയത്തിന് കാരണമായി എന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു. ഇക്കുറി അത്തരം തന്ത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഈ നിയമസഭയെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നേതാക്കൾ പാർട്ടി വിട്ടു പോകാൻ തുടങ്ങിയത് BRSനെ കൂടുതൽ ദുർബലമാക്കിയിട്ടുണ്ടോ? ഇല്ല, TRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കൾക്ക് വലിയ പ്രസക്തിയില്ലാത്തൊരു പാർട്ടിയാണ്. അതൊരു 1 man ആർമി ആയിട്ട് തുടങ്ങി പിന്നെ ഒരു 1 family ആർമി ആയിട്ട് തുടർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. അവിടെ ഒരു പ്രാദേശിക തലത്തിൽ ചില പ്രാധാന്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന തലത്തിൽ പാർട്ടിയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നേതാക്കളാരും ഈ KCR ഫാമിലിയുടെ വെളിയിൽ നിന്ന് വളർന്നു വന്നിട്ടില്ല. അതൊരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ പൊഴിഞ്ഞു പോക്കലിനെക്കാട്ടിലും ഈ പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചവരിപ്പോൾ താങ്കൾ നേരത്തെ രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ കാരണക്കാരനായ ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം, അതെല്ലാം കൂടുതൽ ഈ ഇദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഭരണമില്ല എന്നുള്ളത്. നേതാക്കളെക്കാട്ടിലും കൂടുതൽ ഇത്തരത്തിലുള്ള അണികളുടെയും അനുഭാവികളുടെയും കൊഴിഞ്ഞുപോക്കാണ് BRSനെ, അന്നത്തെ TRS ഇപ്പോഴത്തെ BRSനെ ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സിറ്റിംഗ് MLAമാരെ മുഴുവൻ മത്സരിപ്പിച്ചത് തോൽവിക്ക് കാരണമായി എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ ആ തന്ത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ BRS? അതിലൊക്കെ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ്. ഞാൻ കണ്ടെടുത്തോളം ഈ കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു ശക്തിയോടെയുള്ളൊരു പ്രചരണം അവർ നടത്തുന്നില്ല. അതിൽ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ TRS പ്രചരണ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ അതെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രചരണത്തിന്റെ കാര്യത്തിലെങ്കിലും ഞാൻ വോട്ടിങ്ങിന്റെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇവിടെ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ TRS പ്രചരണത്തിൽ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നേടിയ ഒരു 9 സീറ്റ് അത് നിലനിർത്തുക എന്ന് പറയുന്നത് BRSനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ചില അഭിപ്രായ സർവേകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ വന്ന് BRSന് നൽകുന്നത് ഒരു സീറ്റ് മാത്രമാണ്, ഒരു സീറ്റിൽ മാത്രമേ അവർ വിജയിക്കൂ എന്നാണ് പ്രവചിക്കുന്നത്. അതെ, ഒരു സീറ്റ് എന്നുള്ളത് എനിക്ക് ഉറച്ചു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും TRSന് കഴിഞ്ഞ 9-നേക്കാട്ടിലും ഒരുപാട് താഴേക്ക് പോകും. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ പോലെ ഈ TRSന്റെ അണികളും അനുഭാവികളും ഒരുപാട് അവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഈ എന്താ പറയുന്നത് മറ്റേ ഈ ഹിന്ദുത്വ മൃദു ഹിന്ദുത്വ പിന്തുടർന്നുകൊണ്ടിരുന്ന ആ അണികളും ഇതിനുള്ള കൂടുതൽ പേരും BJPയിലേക്ക് മാറിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതാ ഞാൻ പറഞ്ഞ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ BJPക്ക് കുറച്ചുകൂടെ അനുകൂലമാവുമായിരുന്നു. പക്ഷെ ഈ ഓരോ ഘട്ടം കഴിയും തോറും BJPയുടെ തന്നെ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു നിലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്കെ ബാർ 400 പാർ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രചരണം പിന്നെ വേറെ വഴിക്ക് തിരിച്ച് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം അവർ പോലും പ്രകടിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേർന്ന സ്ഥിതിക്ക് ഈ ഇത്തരക്കാര് കൂടുതലും കോൺഗ്രസിന്റെ കൂടെ അണിനിരക്കാനായിരിക്കും സാധ്യത. കാരണം ഒന്നാമത് ഒരു അമിത രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനതയല്ല തെലങ്കാനയിലെ. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ അപ്പോഴത്തെ സാഹചര്യം കൂടെ നോക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ TRSന്റെ കൂടുതൽ കുത്തൊഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കോൺഗ്രസിലേക്കായിരിക്കും. TRSന് എന്തായാലും ഒരു വലിയൊരു ക്ഷീണം തന്നെയാണ്. കാരണം ഒന്നാമത് സംസ്ഥാനത്ത് ഭരണമില്ല എന്നുള്ളത് ഒരു വലിയ ക്ഷീണം. പിന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, നേതാക്കൾ പോകുന്നു, അതുപോലെ ഇവർ പോകുന്നു, അതെല്ലാം പ്രശ്നം. ഈ സർവേയിൽ പറഞ്ഞ പോലെ ഒരു സീറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു 2-3 സീറ്റ് വരെ കിട്ടാൻ എന്നാലും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ 9 കഴിഞ്ഞ വർഷത്തെ 9 ഒരിക്കലും എത്താൻ പറ്റില്ല. അതിനെക്കാട്ടിലെല്ലാം ഒരുപാട് താഴെയായിരിക്കും TRS. റൈറ്റ്. അപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല.
പിന്നെ രേവന്ത് റെഡ്ഡി എന്ന നേതാവിൻ്റെ ജനപ്രീതി അത് കോൺഗ്രസിന് നൽകുന്നൊരു എഡ്ജും ഉണ്ട്. ഈ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വം എത്രത്തോളം കോൺഗ്രസിന് ഗുണം ചെയ്യും? രേവന്ത് റെഡ്ഡി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ 2014 മുൻപായിട്ട് നരേന്ദ്രമോദിയെ കുറിച്ചൊരു ബ്രാൻഡിങ് എന്താ പറയുന്ന ഒരു ബ്രാൻഡിങ് പദ്ധതി നടത്തിയിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളും ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു ബ്രാൻഡിംഗ് ആണ് രേവന്ത് റെഡ്ഡിയെ കുറിച്ച് നടക്കുന്നത്. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ നേതൃപാഠം. അതില് അദ്ദേഹത്തിന്റെ ഒരാളുടെ കഴിവ് തന്നെയായിരുന്നു ഇത്തവണ ഈ കോൺഗ്രസിന് ഇവിടെ ഇത്രയും വലിയൊരു വിജയം നേടിക്കൊടുത്തു. ആ രേവന്ത് അണ്ണ എന്നുള്ളൊരു പേര് അദ്ദേഹം അതൊരു ബ്രാൻഡാക്കി മാറ്റിയെന്ന് തന്നെ പറയാൻ തെലുങ്കാനയിൽ. നമ്മുടെ മോദിജി എന്നുള്ള പോലെ ഇന്ത്യയുടെ ആസിഡ് എടുക്കുമ്പോൾ അവർ ട്രൈ ചെയ്ത് പോലെ രേവന്ത് അണ്ണ എന്നുള്ളൊരു പേര് അദ്ദേഹം ഒരു ബ്രാൻഡാക്കി എടുത്തു. ആ നേതൃപാഠവത്തിന്റെ ഗുണത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ വിജയം നേടിയെടുത്തത്. ഇത്തവണ ഈ പാർലമെന്റ് ഇലക്ഷനിലും അത് ആവർത്തിക്കാൻ ഒരുപാട് സാധ്യതകൾ കാണുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്ന ഒരുപാട് ഫ്രീ ബീസ് ഉണ്ട്. ഇപ്പോൾ 200 വാട്ട് വരെ യൂണിറ്റ് വരെ കറണ്ട് ഫ്രീ, അതുപോലെ സ്ത്രീകൾക്ക് ബസ്സില് സൗജന്യ യാത്ര, അതൊക്കെ അവർ ചെയ്ത് കാണിച്ചു. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഈ നിമിഷം വരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ നിമിഷം, നാളെയല്ല മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ്, അതുവരെ അവർ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി സിറ്റിയിലുള്ള ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, അതുപോലെ വറങ്കൽ, അങ്ങനെ ടു ടയർ സിറ്റീസിലൊക്കെ ഉള്ള പ്രത്യേകിച്ച് ഈ ജോലിയുള്ള എന്താ പറയുന്ന ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥകളും അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് അവർക്ക് വന്നിട്ടുണ്ട്. കാരണം നല്ല എമൗണ്ടാണ് ഒരു മാസം മൊത്തം ലാഭിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വലിയൊരു അഡ്വാൻറ്റേജ് ഈ രേവന്ത് റെഡ്ഡി എന്ന ആ ഒരു രേവന്ത് അണ്ണ എന്നുള്ള ഒരു ബ്രാൻഡിന് ഇവിടെ തെലങ്കാനയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. റൈറ്റ്. സ്ത്രീകൾക്ക് സംസ്ഥാന RTC ബസ്സുകളിൽ സൗജന്യ യാത്ര, പാവപ്പെട്ടവർക്ക് 10 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ കർഷകർക്കുള്ള ധനസഹായം. ആ ധനസഹായ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അത് പ്രചരണ മാർഗമാക്കരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ആണ്, തീർച്ചയായിട്ടും. കാരണം അത് അനുഭവിക്കുന്നവരുണ്ട്. ഈ 200 വാട്ട് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്നവർ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ സൗജന്യ യാത്ര ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ ഉൾപ്പെടെ. അവർക്കൊക്കെ ആ ഒരു ഇതുണ്ട്. അവർ വേറെ പ്രചരണത്തിന്റെ ആവശ്യമില്ല, അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഈ ഫ്രീബീസ് എല്ലാം. റൈറ്റ്. 2019 എടുത്തു കഴിഞ്ഞാൽ BJPക്ക് പിറകിൽ 3 സീറ്റാണ്. BJP സത്യം പറഞ്ഞാൽ 2019 ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം തെലങ്കാനയിൽ കാഴ്ചവെച്ചാണ്. 4 സീറ്റ് ഒറ്റയ്ക്ക് വിജയിച്ചു. 2019 പക്ഷേ കോൺഗ്രസിന് കിട്ടിയത് 3 സീറ്റാണ്. അഭിപ്രായ സർവേകൾ ഏറ്റവും അവസാനം പറഞ്ഞത് 10 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കും എന്നുള്ളതാണ്. ഇത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1 or 2 സീറ്റ് കൂടുതൽ ലഭിച്ചേക്കാം. 2 ബുദ്ധിമുട്ടാണോ, 1 സീറ്റെങ്കിലും കൂടുതൽ ലഭിച്ചേക്കാം. കാരണം അത്രയ്ക്കൊരു തരംഗം ഉണ്ടാക്കാനൊന്നും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് അവർ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് നഗരമേഖലയില് ഇപ്പോൾ ഹൈദരാബാദ് സീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കന്ദരാബാദ് ഉണ്ട്, മൽക്കാജിഗിരി, അങ്ങനെ ഈ മേഖലകളിൽ വരുന്ന സീറ്റിൽ ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആളുകളാണ് ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണിത്. ഇത് BJP പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു വോട്ടേഴ്സിന്റെ മണ്ഡലമാണ്. അവിടെയെല്ലാം കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ രാമക്ഷേത്ര പ്രതിഷ്ഠയും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു ഈ ഇലക്ഷൻ ടൈപ്പ് ഒരു സ്റ്റാർട്ടിങ് വരെയൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇവിടെയെല്ലാം ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓവർ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ജനതയല്ല ഇവിടെയുള്ളത്. അപ്പോൾ അവര് അന്നത്തെ റിയാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. കൂടുതലും അവരാ ഒരു ജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു പക്ഷത്തിന്റെ ഒപ്പം നിന്ന് പോകുന്ന ഒരു ട്രെൻഡാണ് ഇതുവരെ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം BJP കാണിച്ചിരുന്ന ഒരു ആത്മവിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസിനെ കൂടുതൽ ഗുണം ചെയ്യാനായിരിക്കും സാധ്യത. റൈറ്റ്. കോൺഗ്രസിൻ്റെ സാധ്യതയോ? കോൺഗ്രസ് കഴിഞ്ഞ തവണ 3 സീറ്റാണ് ജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതൊരു വലിയ വിജയമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യത ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നു ഒരു 11-നും 13-നും ഇടയിൽ സീറ്റ് കോൺഗ്രസിന് നേടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച്.
റൈറ്റ്. ഈ 2019 ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുന്നത് BRSും കോൺഗ്രസും ഒരുപോലെ BJP എതിർത്തു. അത് BJPക്ക് അവർക്ക് അവിടെ ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ഒപ്പം മോദി തിരിച്ച് അധികാരത്തിൽ വരും എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രചാരണം കൂടി ആയപ്പോഴാണ് ഈ 4 സീറ്റിലേക്ക് BJP എത്തിയത്. ഇത്തവണ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പ്രചാരണ രംഗത്ത് BRS പുറകിലാണ് എന്ന്. പക്ഷേ എങ്കിൽ പോലും പരസ്പരം ഏറ്റുമുട്ടുന്നത് BRSും കോൺഗ്രസുമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ BJPയുടെ ഒരു പ്രസക്തി കുറഞ്ഞിട്ടുണ്ടോ തെലങ്കാനയിൽ? ഇല്ല, അങ്ങനെ കുറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം തന്നെ ഈ അടുത്ത പത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവർ ഈ BRS എന്നുള്ള പേര് മാറ്റിയിട്ട് വീണ്ടും TRSലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നൊക്കെയുള്ളത്. അവിടെയും ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ക്യാമ്പിൽ. അപ്പോൾ അവരിപ്പോൾ ഏതാണ്ട് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഉള്ളത്. BJPക്ക് ആണെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ആകെയുള്ള ഒരു 3 സീറ്റാണ്. അതിൽ എനിക്ക് തോന്നുന്നു സെക്രട്ടറിമാർ സീറ്റ് 1 അത് നിലനിൽക്കാനാണ് ചാൻസ്. ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അതുപോലെ വേറെ 2 സീറ്റ് കൂടെ ഉണ്ട്. അവർക്ക് വലിയ നഷ്ടപ്പെടാനൊന്നുമില്ല. കോൺഗ്രസിനാണെങ്കിലും നഷ്ടപ്പെടാനില്ല, നേടാനേ ഉള്ളൂ. ഇവിടെ എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കഠിനയത്നം ചെയ്യേണ്ടത് TRS ക്യാമ്പാണ്. പക്ഷെ ആ ക്യാമ്പിൽ ആകെ ഒരു ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ അവരുടെ പ്രചരണങ്ങളും അവരുടെ പ്രസ്താവനകളും ഇതെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു BJPക്ക് ഒരു കടുത്ത വെല്ലുവിളി എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഈ ഒരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ തന്നെ BJPക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട്. റൈറ്റ്. നമ്മൾ തെലങ്കാന പരിശോധിക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് AMIMൻ്റെ നേതാവ് അസദുദ്ദീൻ ഉവൈസി മത്സരിക്കുന്ന ഹൈദരാബാദാണ്. സാംസ്കാരിക പ്രവർത്തകയും ഭരതനാട്യം ആർട്ടിസ്റ്റുമായ മാധവി ലതയെയാണ് BJP ഇക്കുറി ഹൈദരാബാദിൽ മത്സരിപ്പിക്കുന്നത്. അവരവിടെ BJPക്ക് ഇതുവരെ കഴിയാത്ത വിധത്തിലുള്ളൊരു മത്സരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൈദരാബാദാണെങ്കിൽ 1984 മുതൽ ഇങ്ങോട്ട് ഉവൈസി കുടുംബമോ അവർ പിന്തുണയ്ക്കുന്നവരോ മാത്രം വിജയിച്ച മണ്ഡലമാണ്. 2004 മുതൽ അസദുദ്ദീൻ ഉവൈസിയാണ് MP. 2019 ഉവൈസി ജയിച്ചത് 2.8 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് 2,80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ജയിച്ചത് AMIM ആണ്. എന്താണ് തോന്നുന്നത്, ഹൈദരാബാദിൽ ഉവൈസി ഇക്കുറി ചെറുതല്ലാത്തൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ അത് വസ്തുതാപരമാണോ? തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് 1998 ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇയർ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു നരേന്ദ്ര എന്നുള്ളൊരു BJP കാൻഡിഡേറ്റ് ഈ ഒവൈസിക്ക് എഗ്നിസ്റ്റായിട്ട് മത്സരിച്ചിരുന്നു. അന്ന് കണ്ടതിന് ശേഷമുള്ള ഒരു ശക്തമായ പ്രചരണം ഒവൈസി നടത്തുന്നത് കാണുന്നത് ഈ വർഷമാണ്. ഇത്തവണ നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഒവൈസിയുടെ പ്രചാരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ല, മാധവിലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഒരു തെരഞ്ഞെടുപ്പിനായിട്ട്. പക്ഷേ ഒവൈസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേവലം ഒരു മുസ്ലിം വോട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് അല്ലാതെ തന്നെയുള്ള അതിന് പുറത്തും ആ ഏരിയയിലുള്ള ജനങ്ങളുമായിട്ടൊക്കെ കുറച്ചധികം ബന്ധങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നല്ലൊരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കും. ഭൂരിപക്ഷം ഒരുപാട് കുറയാനും സാധിക്കും. റൈറ്റ്. ഈ MIMൻ്റെ കാര്യം പറയുമ്പോൾ MIMും BRSും അത് തമ്മിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സഖ്യത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിൽ തന്നെ സഖ്യം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചില പരോക്ഷമായ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതായത് ഹൈദരാബാദ് MIM വിജയിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇതര മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ട് BRSന് ലഭിക്കുക എന്നുള്ളതാണ് ഇത് ഈ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു അടിസ്ഥാനം. ഇക്കുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഒരു വലിയൊരു അളവാണ് തെറ്റിദ്ധാരണയാണ്. MIM എന്ന് പറയുന്നത് ഈ ഹൈദരാബാദ് നഗരത്തിന്റെ പുറത്തേക്ക് അത്രയധികം ഒരു സ്വാധീന ശക്തി ഒന്നുമല്ല. ഇപ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം വോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MIMന്റെ ഒരു MIMന്റെ അനുയായികളും പ്രവർത്തകരൊക്കെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഹൈദരാബാദിലുള്ള അത്രയും ശക്തിയൊന്നും അവർക്കില്ല. ഹൈദരാബാദ് നഗരത്തിന്റെ അല്ലെങ്കിൽ ഹൈദരാബാദ് ഗ്രേറ്റർ ഹൈദരാബാദ് കോർപ്പറേഷന്റെ ചുറ്റളവിന് പുറത്തേക്കായിട്ട് അത്ര വലിയൊരു ശക്തിയൊന്നല്ല MIM. അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല.
പുറത്തുള്ള ഈ മുസ്ലിം വോട്ട് പ്രധാനമായിട്ടും TRS പോയിക്കൊണ്ടിരുന്നത് KCRന്റെ ഒരു നയജാതരി കൂടി തന്നെയായിരുന്നു. ഇപ്പൊ KCR കൊണ്ട് ദുർബലമാവാൻ മായി തുടങ്ങി എന്നുള്ളൊരു ഒരു സംശയത്തിന്റെ പുറത്ത് അത് കോൺഗ്രസിലേക്ക് നീങ്ങാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ ഈ ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്ന സെക്കന്ദരാബാദ്, മൽക്കാജ്ഗിരി മണ്ഡലം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമാണ്. ഈ രണ്ട് മേഖലകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിന് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് 64 സീറ്റിൽ ജയിക്കുമ്പോഴും ഈ മേഖലകളിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് ലഭിച്ചോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. ഒരു സീറ്റോ മറ്റോ ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അവിടെയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരു നഗരമേഖല എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇവിടങ്ങളിൽ BRSന് പക്ഷേ നല്ല സ്വാധീനമുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടവുമായിരുന്നു. ആ സ്വാധീനം അവർ നിലനിർത്തുമോ അതോ ഈ മേഖലകളിൽ കൂടെ കോൺഗ്രസ് എത്തിപ്പിടിക്കുമോ? ഈ സെക്കന്ദരാബാദ് പാർലമെന്റ് നിയോജക മണ്ഡലം അത് ഈ BJPക്ക് വളരെയേറെ ശക്തിയുള്ളൊരു മണ്ഡലമാണ്. ആദ്യം രണ്ടാമത്തെ വാജ്പേയി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ദത്താത്രേയ അദ്ദേഹം ജയിച്ചത് ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് PV നരസിംഹറാവുവിന്റെ മകൻ PV രംഗറാവു അദ്ദേഹത്തെ തോൽപ്പിച്ചു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം ജയിച്ചു. പിന്നെ അഞ്ജൻ കുമാർ കോൺഗ്രസ്. അങ്ങനെ അവര് കോൺഗ്രസും BJPയും മാറി മാറി വരുന്നൊരു മണ്ഡലമാണ് സെക്കന്ദരാബാദ് മണ്ഡലം. അവിടെ കൂടുതൽ ഒരു സ്വാധീനം കൂടുതലുള്ള ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സെറ്റിലേഴ്സ് ഒരു നല്ലൊരു അളവിലുള്ള ഒരു മണ്ഡലമാണ് സെക്കന്ദരാബാദ് മണ്ഡലം. സിറ്റി ഹൃദയമാണ്. ഈ ബിസിനസ്സുകാരാണ് അവരെല്ലാം. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് നിലപാടെടുക്കുന്ന ഒരു ഇതാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യൂ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒരു പ്രാവശ്യം BJP, പിന്നെ കോൺഗ്രസ്, പിന്നെ BJP അങ്ങനെ മാറി മാറി വന്നിരിക്കുന്നതാണ് ഈ സെക്കന്ദരാബാദ് മണ്ഡലം. അവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം ജയിച്ച കൃഷ്ണൻ റെഡ്ഡി. അദ്ദേഹം പൊതുവെ പ്രവർത്തനം കൊണ്ടും ഇതെല്ലാം വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് വലിയ ഭീഷണി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭൂരിപക്ഷം ചിലപ്പോൾ ഒന്ന് കുറഞ്ഞേക്കാം, പക്ഷെ അവിടെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ മൽക്കാജ്ഗിരി മണ്ഡലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടുള്ളത് മൽക്കാജ്ഗിരി മണ്ഡലത്തിലാണ്. ഇവിടുന്നായിരുന്നു രേവന്ത് റെഡ്ഡി MP ആയിരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം രാജിവെച്ചതോടെ മണ്ഡലം ഒഴിഞ്ഞെടുത്തിട്ടാണ്. ഇത് TRS ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. ആദ്യം TDP ആയിരുന്നു ഈ മൽക്കാജ്ഗിരി മണ്ഡലം ഉണ്ടായതിനു ശേഷം. തെലുങ്കുദേശം പാർട്ടി അന്ന് അവിഭക്ത ആന്ധ്രയായിരുന്നു. അന്ന് TDP ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. ഈ വിഭജനത്തിന് ശേഷം വന്ന് TDP MP ആയിരുന്ന അദ്ദേഹം TRSലേക്ക് മാറുകയും TRSന്റെ നിലനിന്ന് ജയിക്കുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് രേവന്ത് റെഡ്ഡി അത് തിരിച്ചു പിടിച്ചത്, കോൺഗ്രസിലേക്ക് എടുത്തത്. ഇവിടെയും ഈ മണ്ഡലത്തിനും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഡോമിനേറ്റഡ് മണ്ഡലമാണ് ഇത് കൂടെ. അതായത് BJP ടാർഗറ്റ് ചെയ്യുന്ന മണ്ഡലം. ഇവിടെയും നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു BJPക്ക് കുറച്ച് നാൾ മുമ്പ് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയധികം അഡ്വാൻറ്റേജ് BJPക്ക് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ TRSന്റെ അതുപോലെ തന്നെ. കാരണം ഇതിനു മുമ്പ് അവർക്ക് ഭരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് ഭരണമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിന് തന്നെ ആയിരിക്കണം സാധ്യത. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ഒന്ന് ആവർത്തിച്ച് ചോദിക്കട്ടെ. ഇപ്പോൾ BRS കുറച്ചധികം ക്ഷീണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് സംസ്ഥാനത്ത് ഭരണമില്ല. പ്രചാരണ രംഗത്ത് മുൻകാലങ്ങളിൽ കാണിച്ചിരുന്ന ഒരു പ്രകടനം ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ BRS ക്ഷീണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കുറച്ച് നേരത്തെയാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വോട്ടുകൾ BJPയിലേക്ക് പോകുമായിരുന്നു എന്ന്. ഇപ്പോൾ അതിൻ്റെ മെച്ചം കോൺഗ്രസിനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, എൻ്റെ ഒരു ഊഹമാണ്. കാരണം ഞാൻ പറയാം, ഇവിടുത്തെ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മൂവിങ് ട്രെൻഡിനനുസരിച്ച് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നൊരു പാറ്റേൺ തെലങ്കാനയെ പണ്ടുപോലെ കണ്ടിട്ടുള്ളതാണ്. ഈ അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ ഇന്ന് സാധാരണക്കാര്, പ്രത്യേകിച്ച് ഇതേപോലെ നഗരമണ്ഡലങ്ങളിൽ അവർ നോക്കുന്നത് അവരുടെ ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. രാഷ്ട്രീയം ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ചർച്ചയാവുന്നത് പോലെ ഇസ്രയേലോ മറ്റേ ഗാസ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ചയാവില്ല. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാറുള്ളൂ. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് അതെല്ലാം നോക്കുമ്പോൾ അങ്ങനൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ആത്മവിശ്വാസവുമായിട്ട് അപ്കെ ബാർ 400 പാർട്ടിനെല്ലാം വന്ന ആ ഒരു കാലഘട്ടത്തിൽ BJP അവിടെ ഏതാണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പാർലമെന്റിലെത്തുന്നു, മന്ത്രിസഭ രൂപീകരിക്കുമെന്നൊക്കെയുള്ള ആ ഒരു സമയം ഉണ്ടായിരുന്ന
സ്റ്റേറ്റിൽ BJPക്ക് വളരെ അനുകൂലമായിട്ട് വളരെ വലിയൊരു തരംഗം പോലെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ രാമജന്മഭൂമി രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷങ്ങളും അതും ഇതെല്ലാമായിട്ട്. പക്ഷെ അവിടുത്തെ BJP ക്യാമ്പിൽ ആ ആത്മവിശ്വാസം കുറച്ച് വരുന്നതോടുകൂടി ഇവിടെ ആൾക്കാർ കുറച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. റൈറ്റ്, അതാണ് തെലങ്കാനയുടെ മത്സര ചിത്രം. മെയ് 13 അവിടെ പോളിംഗ്. കോൺഗ്രസും BJPയും BRSും ശക്തമായി മത്സരരംഗത്തുള്ളപ്പോൾ അഡ്വാൻറ്റേജ് രേവന്ത് റെഡ്ഡി നയിക്കുന്ന കോൺഗ്രസിനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. രേവന്ത് റെഡ്ഡിയുടെ ജനപ്രീതി, സർക്കാർ നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികൾ, ഇതൊക്കെ വോട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വോട്ട് കോൺഗ്രസിൻ്റെ ടാലിയെ എത്രത്തോളം വളർത്തും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം BJP അവർക്ക് കിട്ടിയ 4 സീറ്റ് അത് നിലനിർത്തുമോ, അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. BRS അവരുടെ പ്രസക്തി നിലനിർത്താൻ പാകത്തിൽ എന്തെങ്കിലും നേട്ടത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം.